വോട്ടുകൊള്ള ഉയർത്തി ബീഹാറിൽ വോട്ടർ അധികാര യാത്ര നടത്തുമ്പോഴാണ് ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തി പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയത്. 1.5 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ പക്ഷേ രാഹുൽ ഗാന്ധി ഉയർത്തിയ പ്രധാന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയില്ല എന്നതും ശ്രദ്ധേയമാണ്. ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവപുരിയിൽ ഒരു ഇടുങ്ങിയ വീട്ടിൽ 100ഓളം വോട്ടുകൾ എങ്ങനെ വന്നു? ജീവിച്ചിരിക്കുന്ന ആളുകളെ മരിച്ചതായി കാണിച്ച് എന്തിന് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി? ബീഹാറിലെ പിപ്ര, ബാഗ, മോട്ടിഹാരി മണ്ഡലങ്ങളിൽ 80,000 വോട്ടുകൾ ഇല്ലാത്ത വീടുകളുടെ പേരിൽ എങ്ങനെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം ബാക്കിയാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ബൂത്ത് തല ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രതിനിധികളും ചേർന്നാണെന്ന് കമ്മീഷൻ പറയുന്നു. 10 ലക്ഷത്തോളം പേരാണ് വോട്ടർ പട്ടിക തയ്യാറാക്കാനായി പ്രവർത്തിക്കുന്നത്. അവരിൽ ചിലർക്ക് പിഴവുകൾ സംഭവിക്കാം. പരാതിയുണ്ടെങ്കിൽ ജില്ലാ വരണാധികാരികൾ അത് പരിഹരിക്കും. അതല്ലെങ്കിൽ പരാതി സംസ്ഥാന ഇലക്ടറൽ ഓഫീസർക്ക് മുന്നിൽ ഉന്നയിച്ച് പരിഹരിക്കാം. അല്ലാതെ തെരുവിൽ ആരോപണം ഉന്നയിക്കുകയല്ല വേണ്ടതെന്ന് രാഹുലിന് കമ്മീഷൻ മറുപടി നൽകുന്നു. അതേസമയം തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ പക്ഷേ കമ്മീഷന്റെ 1.5 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ ശ്രമം ഉണ്ടായില്ല. രാഹുൽ ഗാന്ധിയുടെ ആരോപണം പിഴവാണെന്നും വോട്ടറുടെ സ്വകാര്യത ലംഘിച്ച് അവരുടെ ചിത്രം രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുകയാണെന്നും പറഞ്ഞ കമ്മീഷൻ അതിനെതിരെ നിയമ നടപടിക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞതും ശ്രദ്ധേയമാണ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകാനാണ് വാർത്താ സമ്മേളനത്തിലുടനീളം കമ്മീഷൻ ശ്രമിച്ചത്. PR സുനിൽ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.